നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അരവിന്ദിന്റെയും മക്കളുടെയും വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന യമുന കോളേജിലേക്ക് വരുവാണ്. യമുനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിശാല് തന്റെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റു. നേരെ യമുനയെ ലക്ഷ്യമാക്കി നീങ്ങുവാണ്. യമുന അവന് ഭയങ്കര ഇഷ്ടമാണെന്നാണ് യമുനയുടെ വിചാരം. പക്ഷെ സത്യത്തിൽ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. അവനാണെങ്കിൽ ജയപാലിന്റെ മോനാണല്ലോ. അപ്പൊ അതെന്താണെങ്കിലും ആ സ്വഭാവം കാണിക്കാതിരിക്കില്ല. യമുനയെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുക. അതൊന്നും പക്ഷെ യമുനയ്ക്ക് അറിയില്ല. യമുനയുടെ വിചാരം ഇവൻ തന്നെ കല്യാണം കഴിക്കും. ജയപാലൻ അങ്കിളിന്റെ മോനാണല്ലോ. പോരാത്തന് ഫാമിലി ഫ്രണ്ട് ആണ് ജയപാലൻ അങ്കിള്. അപ്പൊ പിന്നെ തന്നെ കൈയൊഴിയില്ല എന്നൊരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു വിശ്വാസത്തിന് പുറത്താണ് യമുന വിശാലിനെ സ്നേഹിക്കുന്ന പോലും. അങ്ങനെ യമുനയെ കണ്ടു കഴിഞ്ഞപ്പോ വിശാല ചോദിച്ചു, നീ എന്താ ഇത്ര ദിവസം വരാതിരുന്നേന്ന് ചോദിച്ചു. നീ എന്ത് ചോദ്യ വിശാലെ ചോദിക്കണേ? നിനക്കറിയാവുന്ന കാര്യമായിരുന്നല്ലോ എന്റെ വീട്ടിലേത്. അച്ഛൻ മരിച്ചിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ. എനിക്ക് അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റുന്ന കാര്യമാണോ? ഓ സോറി, ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഓർത്തില്ല എന്ന് പറഞ്ഞു. അല്ലേലും നിനക്ക് എനിക്ക് ഈയിടെയായിട്ട് ഇത്ര ഓർമ്മക്കുറവുണ്ടെന്ന് പറഞ്ഞു. അതൊന്നുമല്ല, നിന്നെ കാണാതെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങനെ സങ്കടമായെന്ന് പറഞ്ഞു. വിശാല് സങ്കടം അഭിനയിച്ചാണ് പറയണേ. അതെ സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. നിന്നെ കാണാനുള്ള കൊതി കൊണ്ടല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചേ. യമൻ പറഞ്ഞു, എനിക്കറിയാം വിശാലേ, പക്ഷേ അതെ നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്തു വന്നാലും ഞാനില്ലേ. പിന്നെ നീ എന്തിനാ സങ്കടപ്പെടുന്നേ? നീ ധൈര്യമായിട്ടിരിക്കുക. ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും യമന് പറഞ്ഞു, എനിക്ക് പഠിക്കണം. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം ഞാൻ പഠിച്ചൊരു കളക്ടർ ആവണം എന്നായിരുന്നു. എന്നാലും അത്രയൊന്നും പറ്റിയില്ലെങ്കിലും എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പഠിക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ്റെ ആഗ്രഹം നടത്തി കൊടുക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിശാല പറഞ്ഞു, വേണ്ടെന്നാരും പറഞ്ഞില്ലല്ലോ. അതെ എനിക്ക് കുറച്ച് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. ആണോ? എങ്കിൽ ഒരു കാര്യം ചെയ്തോ, നീ പോയിക്കളാനും പറയണം. അതെന്റെ കയ്യിൽ നിന്ന് വിടുക. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആര് കാണാനായിട്ടാ? കണ്ടാലും നമ്മൾ കാമുകന്മാരല്ലേ. ഇപ്പൊ എന്താ പ്രശ്നം ഇരിക്കണേ? ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന. എന്നാലും അത് ശരിയല്ലോ വിശാലെന്ന് പറഞ്ഞു. യമുന അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വിശാലിന്റെ കൂട്ടുകാരൻ വന്നിട്ട് ചോദിച്ചു, നീ ആള് കൊള്ളാലോ, നീ ഒരു കോഴിയല്ലേന്ന് ചോദിച്ചു. എന്താടാ? എടാ നിനക്ക് എത്ര പെൺകുട്ടികളുമായിട്ടാ കണക്ഷൻ? നിനക്ക് ശരിക്കും അവളെ ഇഷ്ടമാണോന്ന് ചോദിച്ചു. പിന്നെ ഇഷ്ടം മണ്ടാങ്കട്ട. എടാ നമുക്കിങ്ങനെ ഇഷ്ടപോലെ പ്രേമം കാര്യങ്ങളൊക്കെ വേണം. ഇവളുമാരുടെ ചുറ്റും നമ്മൾ ഗ്രഹങ്ങളെ പോലെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അതാണ് ഇപ്പൊ എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. എടാ നീ കൊള്ളാലോ, എന്നാലും എങ്ങനെ പിടിക്കപ്പെടാനോ? ഇവളുമാരൊന്നും അറിയാൻ പോകുന്നില്ലെന്നേ. ഓരോ സമയത്ത് ഓരോന്നിനെ വിളിക്കണം. ഈ വിശാലിനോടാ കളി. അവളുടെ വിചാരം അവളെയൊക്കെ ഞാൻ കല്യാണം കഴിക്കുന്ന. വെറുതെയാന്നേ, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. ഈ സമയത്ത് വിനീത് കടയിൽ ഇരിക്കുകയാണ്. വിനീത് കടയിൽ തയ്ച്ചുകൊണ്ടിരിക്കുക. നല്ല തിരക്കുള്ള സമയമായിരുന്നു. ആ സമയത്താണ് ഒരു ചേച്ചി അങ്ങോട്ട് വരുന്നത്. വിനീതെ എനിക്ക് 2 ബ്ലൗസ് തയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു. അതിനെന്താ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോഴാണ് വിനീത് ആ കാര്യം ഓർക്കണേ. ഗംഗയ്ക്ക് കൂടുതൽ തയ്യൽ കിട്ടുവാണെങ്കിൽ നല്ല കാര്യമായിരിക്കും. അപ്പൊ ഗംഗ വീട്ടിലിരുന്ന് തയ്ക്കുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്കൊന്നും ഗംഗ അറിയത്തില്ല. ഇതിനു മുമ്പ് അത്ര വലിയ വർക്കൊന്നും എടുത്ത് ഗംഗ ചെയ്തിട്ടുമില്ല. പക്ഷെ വിനീത് നന്നായിട്ട് ബ്ലൗസും കാര്യങ്ങളൊക്കെ തയ്ക്കും. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട ചേച്ചിമാരൊക്കെ വിനീതിന്റെ അടുത്താണ് തയ്ക്കാനായിട്ട് കൊണ്ടേ കൊടുക്കുന്നത്. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, അയ്യോ ചേച്ചി ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. എന്താ? അല്ല എനിക്ക് കുറച്ച് തയ്യൽ കൂടുതലാന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ കുറെ തയ്യൽ വന്ന് കിടക്കുക, പെൻഡിങ് കിടക്കുക. എന്റെ വിനീതെ, കഴിഞ്ഞ പ്രാവശ്യം ഞാനേ വിനീതിന് ഇവിടെ കാണാതെ വന്ന് ഇപ്പൊ വേറെടുത്ത് കൊടുത്ത് തയ്ച്ചു. അത് മൊത്തം കുളമാക്കി കളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ തവണ വിനീതിന്റെ അടുത്തേക്ക് വന്നേ. നന്നായിട്ട് തയ്ക്കുന്നൊരു പ്രതീക്ഷ ഉണ്ട്. അത് കേട്ടപ്പോൾ വിനീത് പറഞ്ഞു, കാര്യമൊക്കെ കാര്യം തന്നെയാ. പക്ഷെ എനിക്ക് ഇപ്പൊ ലേഡീസിന്റെ കൂടെ തയ്ക്കാൻ സമയമില്ല. ഇനിയിപ്പോ ജെന്റ്സിന്റെ മാത്രം എടുത്താലോ എന്ന് ആലോചിക്കുക. അയ്യോ ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? വേറെ നന്നായിട്ട് തയ്ക്കാവുന്ന ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് അറിയാമെന്ന് ചോദിച്ചു. വിനീത് ഗംഗയുടെ കാര്യം ഓർത്തു. ഉണ്ട്, എന്റെ അമ്മാവന്റെ മോളുണ്ട്, നന്നായിട്ട് തയ്ക്കുമെന്ന് പറഞ്ഞു. വീട് എവിടെയാന്നൊക്കെ ചോദിക്കുകയാണ്. വീടും കാര്യങ്ങളും ഫോൺ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുക. ശരി എങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം വിനീതിനോട് ഇക്കായി ചോദിച്ചു, ഇപ്പം നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. എന്ത്? എടാ ആ ഗംഗയ്ക്ക് വേണ്ടിയിട്ടല്ലേ നീ ആ തയ്യൽ വിട്ടുകൊടുത്തേന്ന് ചോദിച്ചു. അത് പിന്നെ ഇക്കായ്ക്ക് അറിയാലോ. ഇപ്പൊ അവരുടെ ഏക വരുമാന മാർഗം എന്ന് പറഞ്ഞാല് ഗംഗയ്ക്ക് തയ്ച്ചു കിട്ടുന്ന ഈ പണമാണ്. അപ്പൊ അധികം തിരക്കും കാര്യങ്ങളൊന്നും അവൾക്കില്ല. തുണികളൊന്നും വരുന്നില്ല. കാരണം അവൾ അങ്ങനെ തയ്ക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇതൊരു നല്ല കാര്യമല്ലേ. അവൾക്കൂടെ നമ്മളൊരു വഴി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരെങ്ങനെയെങ്കിലും ജീവിച്ചോളൂ ഇല്ലേന്ന് ചോദിച്ചു. അത് ശരിയാ, പക്ഷേ ഒരു പക്ഷേയൊന്നുമില്ല. എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യുന്നു പറഞ്ഞു. ഈ സമയത്ത് ഗംഗയുടെ അടുത്തേക്ക് രാധമ്മ വന്നു. രാധമ്മ വന്നിട്ട് പറഞ്ഞു, എനിക്കൊന്ന് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. എന്താ രാധമ്മേ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എനിക്ക് എൻ്റെ മോനെ ഓർമ്മ വരുന്നുണ്ട്. എൻ്റെ മോനെക്കുറിച്ചുള്ള ചിന്തകൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നേ. അതെ അച്ഛമ്മ ഒരു കാര്യം ചെയ്താൽ മതി. അച്ഛന്
പുറത്തെ വിദേശത്താന്ന് മാത്രം ഓർത്താൽ മതി. അച്ഛൻ മരിച്ചു പോയെന്ന് ഓർക്കുമ്പോഴേ ഈ വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്നേ. അതിനെക്കുറിച്ച് അച്ഛമ്മ ചിന്തിക്കാനേ പോകണ്ടെന്ന് പറഞ്ഞു. എന്നാലും എന്നാലും ഒന്നുമില്ല. അപ്പോഴാണ് ആരോ വിളിക്കുന്നതായിട്ട്, ആരോ വിളിക്കുന്നുണ്ടല്ലോ അച്ഛമ്മ, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗംഗയുടെ കൂടെ രാധമ്മയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. എന്താ ചേച്ചി, എന്താ കാര്യം എന്ന് ചോദിച്ചു. അല്ല, ഇവിടെ ബ്ലൗസ് തയ്ക്കില്ലെന്ന് ചോദിച്ചു. അതെ തയ്ക്കും. അതെ, ഞാൻ 2 ബ്ലൗസിന് തുണി എടുത്തിട്ടുണ്ട്, അത് തരാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. അല്ല, ഞാൻ തയ്ക്കുമെന്ന് ആരാ പറഞ്ഞേ? അത് വിനീതിൻ്റെ അടുത്ത് ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കാറില്ലേ, അവന് ഭയങ്കര തിരക്കാണ് പോലും, തയ്ക്കാൻ സമയമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഗംഗയുടെ അടുത്തേക്ക് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഗംഗയുടെ ഫോൺ നമ്പരും കാര്യങ്ങളും വീടെല്ലാം പറഞ്ഞു തന്നെ വിനീതാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാധമിക്ക് സന്തോഷമായി. അങ്ങനെ അളവും കാര്യങ്ങളൊക്കെ എടുത്തു. എല്ലാം എടുത്തതിന് ശേഷം പുള്ളിക്കാരത്തി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ രാധ പറഞ്ഞു, കണ്ടില്ലേടി നിന്നോട് എത്രമാത്രം സ്നേഹം അവനെന്ന്. നിന്നോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ പോയ ആള് നീയാണ്. നിനക്ക് അവനോട് ഇറ്റുപോലും സ്നേഹമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവനുമായിട്ടുള്ള ആലോചന നീ വേണ്ടെന്ന് വെക്കില്ലായിരുന്നു. അവൻ നിന്റെ കഴുത്തിൽ താലി ആർത്തിയാലും നല്ലൊരു സുന്ദരമായിട്ട് കുടുംബജീവൻ നിനക്കൊക്കെ ഉണ്ടായാലും. പക്ഷെ വിധിയില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് കേട്ടപ്പം കെങ്ക പറഞ്ഞു, അച്ഛമ്മ ഞാൻ വേണ്ട, ഇനി കൂടുതലൊന്നും പറയണ്ട, കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലോ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ജയപാലനാണെങ്കിലോ നല്ല വിഷമമായിരുന്നു. നിസ്സാര കാര്യമില്ല നടന്നിരിക്കുന്നേ. ആ വീട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ വീട് കിട്ടിയില്ലോ. ഓ, കിളിക്കുഞ്ഞു പോലൊരു വീടായിരുന്നു, അത് പോയല്ലോ എന്നൊക്കെ വിഷമിച്ചിരിക്കുകയാണ്. പിന്നീട് ബാങ്ക് മാനേജർ വിളിക്കണം ബാങ്കിലെ ആളെ, എന്നിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ അയാളെ കാണാനായിട്ട് ജയപാലിനെ കാണാൻ ബാങ്ക് മാനേജർ വരുന്നുണ്ട്. ഈ സമയത്ത് വീട്ടിലാണെങ്കിൽ സ്നേഹതീരത്ത് ആഹാരം കഴിക്കാൻ കൂട്ടാക്കാതെ ശാരദ ഇരിക്കണം. കാവേരി പറഞ്ഞു, അമ്മ എന്തു പരിപാടി കാണിക്കുന്നേ? ആഹാരം കഴിക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ടടി മോളെ, കഴിക്കാൻ തോന്നുന്നില്ല. കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ശരിയാവോ? മര്യാദയ്ക്ക് കഴിക്കുക. ഓ, എനിക്ക് വേണ്ട, എനിക്കെന്തോ അച്ഛനെ കുറിച്ച് ഓർമ്മകളാന്ന് പറഞ്ഞു. കൊള്ളാം, ഓരോരുത്തരും ഓരോ മൂലയിൽ കയറി അച്ഛനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും? അമ്മയല്ലേ ഞങ്ങൾക്ക് ധൈര്യമൊക്കെ പറഞ്ഞു തരണ്ടേ? ആ അമ്മ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ശരിയാന്നേ. അത് പിന്നെ മോളെ, ഞാൻ കൂടുതൽ സെന്റിമെന്റ്സും കാര്യങ്ങളൊന്നും വേണ്ട, ആഹാരം കഴിക്കാൻ പറഞ്ഞു. കാവേരി പറഞ്ഞു, അമ്മ ആഹാരം കഴിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനുണ്ടല്ലോ, ഇപ്പൊ തന്നെ അമ്മയ്ക്ക് വാരി തരുമെന്ന് പറഞ്ഞു. വാരി തരാനോ? അതെ, ഞാനും ഗംഗേച്ചിയും കൂടെ സിങ്കൊക്കെ കഴിയതാ. ഞാനതിപ്പോ സിങ്ക് കഴിട്ട് വന്നോളൂ. ആ കൈ പോലും ഞാൻ കഴിയിട്ടില്ല. ഈ കൈ വെച്ച് ഞാനും കൂടെ വാരിത്തരും. ഓ, എന്റെ പൊന്നെ വേണ്ടായേ, ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരുന്ന് കഴിക്കുവാണ്. ഈ സമയത്താണ് ഫോൺ ബെല്ലടിക്കുന്നത്. ഫോൺ ബെല്ലടിക്കുന്നുണ്ടല്ലോ. അച്ഛൻ വിളിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു റിംഗ് ടോൺ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി. നീല പറഞ്ഞു, ഞാൻ പോയി എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ നീല പോയി കോൾ അറ്റൻഡ് ചെയ്യുവാണ്. അങ്ങേ തലയ്ക്ക് വിനീതായിരുന്നു. വിനീത് ചോദിച്ചു, അച്ഛൻ്റെ കുട്ടിത്താറാവ് എന്തെടുക്കുവാന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ഭയങ്കര സന്തോഷമായി നിളയ്ക്ക്. നില പറഞ്ഞു, അതെ, ആഹാരം കഴിക്കാൻ തുടങ്ങുമായിരുന്നു പറഞ്ഞു. എന്താ ആഹാരം? എന്ത് കഴിക്കാനാ മോള് തുടങ്ങണേ? ഞാനേ ചപ്പാത്തിയായിരുന്നു പറഞ്ഞു. ചപ്പാത്തിയാ? ആഹാ, കൊള്ളാലോ. അച്ഛനുണ്ടോന്ന് ചോദിച്ചു. പിന്നെ ഉണ്ടോന്നോ, ഇങ്ങോട്ട് വന്നാൽ മതി, അപ്പ തരാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം സംസാരിക്കുന്നുണ്ട്. നില മോൾക്ക് ഭയങ്കര സന്തോഷമായി തൻ്റെ അച്ഛൻ്റെ സൗണ്ടില് വിനീതായിട്ട് സംസാരിച്ച്. അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു അതിനും. ഈ സമയം ജയപാലിന്റെ അടുത്തേക്ക് ബാങ്ക് മാനേജർ വന്നു. ബാങ്ക് മാനേജറോട് സംസാരിക്കുന്ന സമയത്ത് ജയപാലൻ പറഞ്ഞു, എന്നാലും ആ വീട് നഷ്ടപ്പെട്ടു പോയല്ലോടാ, അത് സ്വന്തമാക്കാന്ന് കരുതിയിരുന്ന ആ കാവേരിക്ക് ഇതിന് മാത്രം തുക ഇത് എവിടെ നിന്ന് കിട്ടിയത് എനിക്ക് മനസ്സിലാകത്തെ. അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, അവര് സ്വർണം പണയം വെച്ചിട്ടാണ്ടാ വന്നേന്ന് പറഞ്ഞു. സ്വർണമോ? അതെ, സ്വർണം പണയം വെച്ചിട്ട് അത്രയും പൈസ ഉണ്ടാക്കിയത്. കല്യാണത്തിനെങ്ങാനും എടുത്തു വെച്ച ഗോൾഡ് ആയിരിക്കും, അതാണ് കൊണ്ടുവന്ന് പണയം വെച്ചതെന്നൊക്കെ പറഞ്ഞു. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ജയപാലിന് ഇതൊന്നും ഇങ്ങനൊരു അടി കിട്ടുമെന്ന്. പിന്നെ അത് മാത്രമല്ല, ആ വീട് കൊടുക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്താ. ആ സമയത്താണ് ഒരുത്തൻ കയറി വന്നേന്ന് പറഞ്ഞു. അതേതവനാ? അവനോ? അവന്റെ നരനെന്ന അവന്റെ പേര്. പിന്നെ അവന് കുറെ ഫിക്സഡ് ഡിപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ബാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവൻ പിൻവലിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് ഇവരങ്ങോട്ടേക്ക് വരുന്നത്. പിന്നീട് അവിടെ നിന്ന് ബാങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയണം. എന്നെ ഭീഷണിപ്പെടുത്തി അവന് എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു പറഞ്ഞു. ആ വീടിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വന്നു. അല്ലായിരുന്നെങ്കിലോ ഉറപ്പായിട്ടും അവർക്ക് വീട് കിട്ടാനൊന്നും പോകുന്നില്ലായിരുന്നു പറഞ്ഞു. ജയപാലൻ പറഞ്ഞു, ഓഹോ, അങ്ങനെ ഒരുത്തൻ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ടല്ലേ, അങ്ങനെയാണെങ്കിൽ അവനെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ ജയപാലൻ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.